മൂന്നാറിനടുത്ത് ആനച്ചാലിലൊരു പ്രോപ്പർട്ടിയിലാണ് നമ്മൾ എന്നുള്ളത്, റൂട്ട്സ് മൂന്നാർ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഞങ്ങൾ 3 പേരും കൂടി ആദ്യമായിട്ട് ഒരുമിച്ച് പോയ ട്രിപ്പാണ് മൂന്നാറിലോട്ട്. അപ്പോൾ ഈ ട്രിപ്പിൽ ആക്ച്വലി ഞാൻ എൻ്റെ കാർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു റെൻ്റൽ കാർ എടുത്തിട്ടുണ്ടായിരുന്നത് EVM വീൽസ് എന്നാണ് എടുത്തത്. അപ്പോൾ ഇവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് വണ്ടി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. വണ്ടി എടുക്കുന്നത് എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം കളമശ്ശേരിയിൽ നിന്നാണ് ഇവരുടെ പിക്കപ്പ് പോയിൻ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ എടുത്തപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി വന്ന്. ഞാൻ സൺഡേ ആണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. സൺഡേ ഉച്ചയ്ക്കാണ് വണ്ടി എടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടിക്കകത്താണെന്നുണ്ടെങ്കിൽ ഡിക്കി സ്പേസും കാര്യങ്ങളൊക്കെ കുറവാണ്, CNG ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാനിപ്പോൾ അതധികം പുറത്ത് എടുക്കാറില്ല. നമുക്ക് ടെസ്റ്റിൻ്റെ ഡേറ്റ് ഒക്കെ ആയതുകൊണ്ട് എടുക്കാറില്ല. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിലാണ് പോയത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. ഞങ്ങളുടെ 3 പേര് ലഗേജസ് ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് ജിഷ്ണു കൂടെ ഉണ്ടായിരുന്നു ഈ ട്രിപ്പിൽ ഞങ്ങളുടെ കൂടെ. നമ്മൾ ലാസ്റ്റ് ടൈം ബൈക്കിന് മൂന്നാർ പോയപ്പോൾ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല. കുറച്ച് ഭാഗങ്ങളൊക്കെ പണി തീർന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് ടാർ ചെയ്തിട്ടുണ്ട്. റോഡ്സും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. ബാക്കി കുറച്ച് ഭാഗങ്ങൾ, അതായത് നേര്യമംഗലം എത്തുന്ന ഭാഗം വരെ കുറച്ച് റോഡ് മോശമാണ്. പക്ഷെ നമ്മൾ നേര്യമംഗലം കഴിഞ്ഞിട്ട് നമ്മൾ റോഡൊന്ന് മാറ്റി പിടിക്കുകയാണ്. നേര്യമംഗലം ടൗൺ എത്തുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, റൈറ്റിലോട്ട് പോകുന്ന ഒരു റോഡ്, ഇടുക്കി എന്ന് പറയുന്ന കാണിക്കുന്ന ഒരു റോഡ് കാണാൻ പറ്റും. നമ്മൾ ആ റോഡാണ് എടുത്തത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആനച്ചാലിലോട്ടാണ് പോകുന്നത്. ആനച്ചാൽ പോകാൻ ആക്ച്വലി എളുപ്പം ആ വഴിയാണ്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴി തന്നെ കരിമണൽ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ലഞ്ച് കഴിച്ചു. അപ്പോൾ എന്തുകൊണ്ട് അവിടെ നിർത്തിയെന്ന് വെച്ചാൽ നമ്മൾ കയറി കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു 2 മണി കഴിഞ്ഞു ഈ വഴി ക്രോസ് ചെയ്തപ്പോൾ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ലഞ്ച് കഴിച്ചത്. വൺസ് ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്ട്രെയിറ്റ് നമ്മൾ എത്തുന്നത് പാണാങ്കുറ്റി എന്ന് പറഞ്ഞ സ്ഥലമാണ്. പാണാങ്കുറ്റി കഴിഞ്ഞ് കല്ലാർകുറ്റി, അവിടുന്ന് പിന്നെ സ്ട്രെയിറ്റ് നമുക്ക് ആനച്ചാലിലോട്ട് പോകാം. ഈ റൂട്ട് പോകുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആനച്ചാൽ സൈഡിലേക്കോ അല്ലെങ്കിൽ ആ ഭാഗത്തോട്ട് പോകാൻ ആക്ച്വലി എളുപ്പം ഈ വഴി തന്നെയാണ്. കാരണം വെറുതെ അടിമാലി വഴി പോയി അങ്ങനെ കറങ്ങി പോകുന്നതിന് നല്ലത് ഈ റൂട്ടാകുമ്പോൾ കുറച്ചും കൂടി ക്രൗഡ് കുറവാണ്. നല്ല അടിപൊളി റോഡും കൂടിയാണിത്. പാണാങ്കുറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എത്തുന്നത് കല്ലാർകുറ്റി ഡാമിൻ്റെ അടുത്തോട്ടാണ്. കല്ലാർകുറ്റി ഡാം നിങ്ങൾ കുറച്ച് നാൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും. കല്ലാർകുറ്റി ഡാം പറ്റിച്ചതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു ഡാമാണിത്. പക്ഷെ ഡാമിൻ്റെ അപ്പുറത്തെ സൈഡ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ആ സൈഡിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. ഓട്ടോമാറ്റിക് വണ്ടി ആയതുകൊണ്ട് കുറച്ച് ബെറ്റർ ആയിരുന്നു ഓടിക്കാനായിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഓടിക്കാനും പറ്റി. നമ്മളിത് ചെങ്കുളം ഡാമിൻ്റെ അടുത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. അപ്പോൾ നമ്മളിത് കുറച്ച് ഇറക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയ വഴികളിലൂടെയൊക്കെയാണ് നമ്മൾ അങ്ങോട്ട് യാത്ര ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞിരുന്നു കുറച്ച് ക്ലിയറൻസ് ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും നമ്മൾ വരുമ്പോൾ എന്നുള്ളത്. കാരണം ഇപ്പോൾ നിയർലി അവർ എനിക്ക് തോന്നുന്നു കോൺക്രീറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ റൂട്ട്സ് മൂന്നാറിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് റിസപ്ഷൻ ഏരിയ വരുന്നത്. നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. അപ്പോൾ മൊത്തം 4 കോട്ടേജ് പോലെയാണ് വരുന്നത്. 1 2 3 4. അപ്പോൾ ഇതിൽ 1ൻ്റെ മുകളിലാണ് കിച്ചൺ വരുന്നത്. 2ൻ്റെ മുകളിൽ ഒരു കഫേ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഫേ കം റെസ്റ്റോറൻ്റ് ആണത്. നമുക്ക് ഡിന്നർ കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അവിടെ നിന്ന് തന്നെയായിരിക്കും. നമുക്ക് അലോട്ട് ചെയ്തേക്കുന്ന റൂം ആക്ച്വലി 104 ആണ്, 4th റൂം ഈ താഴെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു പൂള് വരുന്നുണ്ട്. അതേപോലെ തന്നെ ലോണും കാര്യങ്ങളും എല്ലാം ഈ ഒരു ഏരിയയിൽ തന്നെയാണ് വരുന്നത്. നമുക്ക് എന്തായാലും റൂം ഒന്ന് കയറി നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടിക്കുന്ന റൂം 104 ആണ്. അപ്പോൾ ഇതൊരു ഹണിമൂൺ കോട്ടേജാണെന്ന് പറഞ്ഞത്. ബാക്കി റൂംസൊക്കെ ഫില്ലാണ്. അപ്പോൾ ഹണിമൂൺ വരാൻ പറ്റിയൊരു ടൈമാണ്. കാരണം കയ്യിൽ കുട്ടിയൊക്കെ ആയിട്ടാണ് ഹണിമൂൺ ട്രിപ്പിന് ഹണിമൂൺ കോട്ടേജിൽ വരുന്നത്. ഏതായാലും നല്ല രസമുണ്ട്, നല്ല ഭംഗിയുള്ള റൂമാണ്. നിങ്ങൾ നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു വ്യൂ ഉള്ള ഒരു നമുക്ക് കോഫിയൊക്കെ കുടിക്കാൻ പറ്റിയൊരു ഏരിയ ആണിത്. നല്ല ഭംഗിയാണ് അവിടെ നിന്ന് കോഫിയൊക്കെ കുടിക്കാനായിട്ട്. പിന്നെ നമുക്ക് അതേപോലെ തന്നെ ഒരു ചെറിയൊരു സ്റ്റേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് സ്വയം ചായയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചൂടുവെള്ളം വേണമെന്നുണ്ടെങ്കിലോ അതിനേക്കാൾ നോർമൽ ഒരു പ്രീമിയം രീതിയിൽ തന്നെ നമുക്ക് ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ അവൈലബിൾ. നമുക്ക് ബാത്റൂം നോക്കാനാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന നല്ല പ്രീമിയം ലുക്കിലുള്ള ഒരു ബാത്റൂമാണ് നമുക്ക് വരുന്നത്. അത്യാവശ്യം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, നല്ല രസമുണ്ട് കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവം ഇതിനകത്തുണ്ട്. ആക്ച്വലി ഇതൊരു സോഫ കം ബെഡാണ് വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരാളും കൂടി നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 പേരായിട്ടാണ് വരുന്നത്. നമുക്കിപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ആ സോഫ കം ബെഡ് നമുക്ക് ഓപ്പൺ ചെയ്ത് നമുക്ക് അവിടെ കിടക്കാൻ പറ്റും.
എന്തായാലും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ്. ഇപ്പോൾ ഫാമിലി ആയിട്ടാണെങ്കിലോ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 4 പേർക്കൊക്കെ സുഖമായിട്ട് ഇവിടെ കിടക്കാൻ പറ്റുന്ന റൂമാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വരാനൊക്കെ ആയിട്ട് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു പ്രോപ്പർട്ടി. അതായത് നമുക്കിപ്പോൾ ഫാമിലി കംപ്ലീറ്റ്ലി ഒരു ഫാമിലി ഗ്യാതറിംഗ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ഓഫീസിൽ നിന്ന് എല്ലാവരും ഒരു 10-16 പേരൊക്കെ ആയിട്ട് ഒരുമിച്ച് വരികയാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു പ്രോപ്പർട്ടി. കാരണം നമുക്ക് എല്ലാവർക്കും സ്റ്റേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഗ്രൂപ്പ് ബുക്കിംഗ് ആയിട്ടാണെങ്കിലോ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി കംപ്ലീറ്റ്ലി നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി എടുത്തിട്ട് നമുക്കിവിടെ സ്റ്റേ അടിക്കാവുന്നതാണ്. റെൻ്റൽ വണ്ടി എടുക്കാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം കാർ CNG ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ CNG വെച്ച് കഴിയുന്ന ഒരു ഹാച്ച് ബാക്ക് കാർസിനൊക്കെ അതിൻ്റെ ഡിക്കി സ്പേസ് മാക്സിമം കംപ്ലീറ്റ്ലി അത് പോകും. അപ്പോൾ നമുക്കൊരു ലോങ് ട്രിപ്പൊക്കെ പോകാൻ നേരത്തെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കാനുള്ളൊരു മടി കാരണമാണ് ഞാൻ ഡയറക്റ്റ്ലി ഒരു വണ്ടി റെൻറ്റിന് അങ്ങനെ എടുത്തത്. അത് നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുകയും ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20,000 കിലോമീറ്റർ അടുത്ത് ഓടിയൊരു വണ്ടിയാണ്, പക്ഷേ വണ്ടി നല്ല നീറ്റ് ആൻഡ് ബെസ്റ്റ് ആയിട്ടാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ ഒരു കാര്യത്തിൽ ഞാൻ EVM വീൽസിനോട് ഹാറ്റ്സ് ഓഫ് പറയുന്നു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ വണ്ടിയും കൊണ്ട് എനിക്ക് ഈ ട്രിപ്പിൽ. അത്യാവശ്യം നല്ല രീതിക്ക് നീറ്റായിട്ട് കീപ്പ് ചെയ്തിരിക്കുന്ന ഒരു പൂളാണ് റൂട്ട്സ് മൂന്നാറിലുള്ളത്. നമുക്കൊരു 4 ഫീറ്റിൻ്റെ അടുത്താണ് ഹൈറ്റ് വരുന്നത്. അതിൽ നമുക്ക് കിഡ്സിന് വേണ്ടിയിട്ടാണെങ്കിലും സെപ്പറേറ്റ് ഒരു ചെറിയൊരു പോർഷൻ അവർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ടും അതേപോലെ തന്നെ പൂളിലൊക്കെ മുകളിൽ ഇതുവരെ കാണാത്തതുകൊണ്ടും അതിൻ്റെ അടുത്തൊക്കെ ഇരുതി കുറച്ച് നേരം ഇങ്ങനെ കളിപ്പിച്ചു. നമുക്ക് കുട്ടികൾക്ക് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ഒക്കെ കൊടുക്കണ്ടേ, അപ്പോഴല്ലേ അതിൻ്റെ ഒരു വൈബ് ഉണ്ടാവുന്നത്. റൂട്ട്സ് മൂന്നാർ പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ തന്നെ കുറച്ച് കൃഷിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല നീറ്റായിട്ടാണ് ഇവർ ഈ പ്രോപ്പർട്ടി നല്ലോണം കീപ്പ് ചെയ്തേക്കുന്നത്. ഒരു പ്രീമിയം ഫിനിഷുണ്ട്. ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ബുക്കിംഗ് ഒക്കെയാണ്, നമുക്ക് അപ്പോൺ റിക്വസ്റ്റ് ഇവർ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരും. അതേപോലെ തന്നെ ട്രെക്കിംഗ് ഉണ്ട് നിയർ ബൈ ഒരു സ്പോട്ടിലോട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പുറത്തോട്ട് പോകണമെന്നുണ്ടോ ഒരു ട്രെക്കിംഗ് സ്പോട്ടിലോട്ട് വേറെ ഏതെങ്കിലും സ്പോട്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു ബൊലേറോ അവൈലബിൾ ആണ്, വിത്ത് ഡ്രൈവറാണ് വരുന്നത്. നൈറ്റൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ഒരു ഡൈനിങ് ഏരിയയിലേക്ക് പോയി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ഡൈനിങ് ഏരിയ അത്യാവശ്യം നല്ലൊരു വൈബുള്ളൊരു സ്പേസ് ആണെന്ന്. അതെ, ഒരു കഫേ മോഡലിലാണ് ഒരു ഡൈനിങ് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നോർമലി നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഒരു നോർമൽ ഒരു ഹാളിൻ്റെ അകത്തൊക്കെയാണ് നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യുന്നത്. ഇവരൊരു കഫേ സെറ്റപ്പിലാണ് സെർവ് ചെയ്തത്. ഈവനിങ് ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് ഇവർ ചോദിക്കും എന്താ ഫുഡാണ് വേണ്ടതെന്നൊക്കെ. നമ്മൾ ചപ്പാത്തിയും ചില്ലി ചിക്കനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ വന്നു, നമ്മൾ കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു. ട്രാവൽ ചെയ്തതിൻ്റെ ക്ഷീണം ഉള്ളതുകൊണ്ട് നമ്മൾ എണീറ്റ് കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ നേരെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത്. നമ്മൾ ഓൾറെഡി ഇവർ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു എന്ത് മെനു ആണ് നെക്സ്റ്റ് മോർണിംഗ് ഉള്ളതെന്ന്. സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ്, പക്ഷെ എന്നാൽ നല്ല നീറ്റായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചപ്പോൾ. ഇഡ്ഡലി, സാമ്പാർ, അതേപോലെ തന്നെ ബ്രെഡ് ബട്ടർ ജാം, ബോയിൽഡ് എഗ്, ജ്യൂസ് ഉണ്ടായിരുന്നു, കോഫി ഉണ്ടായിരുന്നു. നമ്മൾ ഫുഡൊക്കെ അവിടെ നിന്ന് കഴിച്ച് സാവധാനം ചെക്കൗട്ടിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി. അപ്പോൾ നമ്മളിത് റൂട്ട്സ് മൂന്നാറിന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു, കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. 11 o'clock ചെക്കൗട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ പാക്കിംഗ് പരിപാടിയൊക്കെ ഉണ്ട്, ബാലൻസ് ഉണ്ട്, അപ്പോൾ അതും കൂടി ചെയ്യണം. നിങ്ങൾക്ക് റൂട്ട്സ് മൂന്നാറിൻ്റെ ഇൻസ്റ്റയിലെ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇവിടുത്തെ പ്രോപ്പർട്ടിയുടെ വീഡിയോസും ഫോട്ടോസൊക്കെ കാണാൻ പറ്റും. കുറേ വേറെ ആൾക്കാർ വന്നതിൻ്റെയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും സീസണിൽ ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്നും ബാക്കി കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ അടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മളെന്തായാലും ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും ഇതേപോലുള്ള വീഡിയോസ് ഞാൻ ഇനി ഇടുന്നതാണ് കൂടുതൽ യാത്രകളിലേക്ക്. അപ്പോൾ ബൈ ഗൈസ്.